ശ്രീനാരായണ പരമഗുരുവേ നമഃ. ശിവഗിരിനാഥല്ലേ എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. ഇന്ന് ആത്മോപദേശ ശതകത്തിലെ 10ാം ശ്ലോകമാണ് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയും മൂർത്തി നിർത്തിടണമെന്നും ഗുരു നമ്മളോട് ഉപദേശിക്കുകയുണ്ടായി. മുനി എന്ന് പറയുന്ന ആള് മൗനം പാലിച്ചിരിക്കുന്ന ആളല്ല, സ്വയം മൗനമായി മാറുന്ന ആളാണ്. നാവണ്ണാക്കിനോടൊട്ടി, കേജരി മുദ്ര എന്നാണ് അതിന് പറയുന്നത്. ഒട്ടി സങ്കല്പങ്ങളോ ആശകളോ ഒന്നുമില്ലാതെ ആ ബ്രഹ്മമായി ഇരിക്കുന്ന ആളിനെയാണ് മുനി എന്ന് പറയുന്നത്. ഇന്ന് 10ാം മന്ത്രത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ ഇരുളിലിരിക്കുന്ന രണ്ടുപേരുടെ സംഭാഷണമാണ് ഗുരു വ്യക്തമാക്കുന്നത്. ഇരുളിലിരിക്കുന്ന ഒരാൾ അവിടെ ഇരുന്ന് അനങ്ങിയപ്പോൾ ആ ആൾ ചോദിക്കുകയാണ്. ഒരാൾ ചോദിക്കുന്നു, അവിടെ ഇരിക്കുന്നത് ആര് നീ എന്ന് ചോദിക്കുന്നു. മറ്റേ ആൾ അതേപോലെ, നീ ആര്? ഈ രണ്ട് ചോദ്യത്തിൻ്റെയും ഉത്തരം ഒന്ന് തന്നെയാണ് എന്നാണ് മന്ത്രത്തിലൂടെ, ആ ശ്ലോകത്തിലൂടെ ഗുരു വ്യക്തമാക്കുന്നത്. ഇരുളിലിരിപ്പവൻ ആരു ചൊൽക നീ എന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം, അറുപതിനായവനോട് നീയുമാരെന്ന് അരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും. ഇരുളിലിരിപ്പവൻ ആരു ചൊൽക നീ എന്ന് ഒരുവനുരപ്പതു കേട്ടു താനുമേവം. ഇരുളിലിരിക്കുന്ന ഒരാള്, ആരാണ് നീ അവിടെ ഇരിക്കുന്നത്? ചൊല്ലുക, നീ ആരെന്ന് ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ എന്ന് ഉരപ്പത് കേട്ടു. ഉരപ്പതെന്ന് വെച്ചാൽ പറയുന്നത് കേട്ടിട്ട് താനുമേവും, ആ പറയേണ്ട ഉത്തരം പറയേണ്ട ആള് ഏവം ഇപ്രകാരം അറിവതിനായവനോട്, അറിയുന്നതിന് വേണ്ടി അവനോട് ചോദിക്കുന്നു, നീയുമാരെന്ന്, നീ ആരാണ് എന്ന് ചോദിച്ചു. അരുളും, അതിന് മറുപടി പറയുന്നത് ഇതിൻ പ്രതിവാക്യമേകമാവും. ഇതിന്റെ പ്രതിവാക്യം, അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ഏകമാകും. ഒന്നേ പറയാൻ നോക്കൂ, ഞാനാണ്, ഞാൻ ആശ, ഞാൻ സിന്ധു, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതിലാദ്യം വരുന്നത് ഞാൻ എന്നുള്ളതാണ്. അപ്പൊ അഹം ആണ് സത്യം. നമ്മളെല്ലാവരും ഞാൻ എന്നുള്ളതാണ്, അഹം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഞാൻ അങ്ങനെയല്ല, ആശയാണ്, ഞാൻ സിന്ധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഏതുപോലെ ദൈവം നമ്മളെ ഒരു കണ്ണാടിയിൽ ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. ആശയുടെ ചിത്രം, സിന്ധുവിന്റെ ചിത്രം, സ്മിതയുടെ ചിത്രം, ഇങ്ങനെ പല ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുകയാണ്. അത് തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും, മനുഷ്യന് മാത്രം പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പെൺകുട്ടി എപ്രകാരമാണോ ഉള്ളിലേക്ക് വലിയുമ്പോൾ ഓരോന്നോരോന്ന് ഇല്ലാതാകുന്നു. ദേഹം ഇല്ലാതാകുന്നു, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇല്ലാതാകുന്നു, മനസ്സില്ലാതാകുന്നു. നമ്മൾ അന്വേഷിച്ചു ചെല്ലുമ്പോൾ ബുദ്ധി ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് നിശ്ചലമായി, അത് ഏകാഗ്രബുദ്ധിയായിട്ട് ഉള്ളിലേക്ക്, പ്രകാശമായി ഉള്ളിലേക്ക് പോയി. ആ ജീവബോധം, ജീവനിലുണ്ടായ അഹന്ത പോയിട്ട്, അഹംഭാവം പോയിട്ട്, ഞാനാണിത് ചെയ്യുന്നതെന്നുള്ള ഭാവം പോയിട്ട് അതൊരു മഹത്തായ ഒരു ആത്മാവായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഞാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എവിടെയോ ഒക്കെ വെച്ച് ചില വേഷം കെട്ടൽ നമുക്ക് വന്നു എന്നുള്ളതാണ്. വേഷം കെട്ടുമ്പോൾ നാം പോലും അറിയുന്നില്ല. ചില ആളുകൾ കോളേജിലേക്ക് പ്രൊഫസറായിട്ട് വന്ന് സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം നമ്മൾ പ്രൊഫസറായിട്ട് നിൽക്കുക. 120 കുട്ടികളാണ് എൻ്റെയൊക്കെ ക്ലാസ്സിലൊക്കെ, മലയാളം ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മളൊന്നൊരു ഗൗരവ കഥാപാത്രമായിട്ട് നിന്നില്ലെങ്കിൽ എല്ലാവരെയും കൂടെ നിയന്ത്രിക്കാനൊക്കെയില്ല. സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാനൊരു സാധാരണ ആശയായി മാറണം. പലർക്കും അത് കഴിയാറില്ല. അവർ വീണ്ടും ആ ഭാവത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ആ ഭാവം അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മളെ അത് ബാധിച്ചിരിക്കും. ആ വേഷം മാറ്റാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിൻ്റെ അച്ഛനെയാണെങ്കിലും അച്ഛനൊരു
മാവേലിയുടെ വേഷം കെട്ടി വരുമ്പോൾ ആ 3 വയസ്സായ കുട്ടിക്ക് അറിയില്ല. കാരണം മകൻ്റെ ഒരു താമസിക്കുന്നിടത്ത് പോയപ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടിയുടെ അച്ഛൻ മാവേലിയുടെ വേഷം കെട്ടി വന്നു. കുട്ടി അങ്ങോട്ട് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമാണ്. പക്ഷെ കുട്ടി അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. അച്ഛൻ തൊപ്പി മാറ്റി, മീശ മാറ്റി, എന്നിട്ടും കുട്ടി കരച്ചിൽ മാറ്റുന്നില്ല. അപ്പോൾ ഈ വേഷം കെട്ടൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ബാധിക്കുകയാണ്. ഞാൻ പ്രൊഫസർ, ഞാൻ ഡോക്ടർ, ഞാൻ കൃഷിക്കാർ, ഓരോ വേഷം നമ്മളിങ്ങനെ കെട്ടണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തുടച്ച് ആ കണ്ണാടിയിലെ ഈ വേഷം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ആ കണ്ണാടി മാത്രമേ ഉള്ളൂ. അതാണ് അഹം എന്ന് പറയുന്നത്. ആ കണ്ണാടി നമ്മൾ ഒന്നുകൂടെ മിനുസപ്പെടുത്തുമ്പോൾ അത് ജ്വലിക്കുക തന്നെ ചെയ്യും, പ്രകാശിക്കുക തന്നെ ചെയ്യും. അതാണ് യഥാർത്ഥത്തിലുള്ള ഞാൻ സ്വരൂപം. എൻ്റെ സ്വരൂപം അതാണ്. ആശ എന്ന് പറയുന്നത് ഒരു ഇമേജാണ്. ആശയുടെ ഉള്ളിലുള്ള ആ ഓബ്ജക്റ്റിലേക്കുള്ളൊരു പിറകോട്ടുള്ളൊരു യാത്രയാണ്. ഐയിൽ നിന്നും ഓയിലേക്കുള്ളൊരു യാത്രയാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പം ആ സത്യം ഗുരു വളരെ ലളിതമായി, എവിടെ ഇരിക്കുന്ന ആളാണ്? ഇരുളിൽ ഇരിപ്പവൻ. ഈ ചോദ്യം ചോദിക്കുന്ന ആളും കേൾക്കുന്ന ആളും രണ്ടുപേരും ഇരുളിലിരിക്കുന്നവനാണ്. ഇരുൾ എന്ന് പറയുന്നത് അവിദ്യ, വെളിച്ചത്തിലല്ല. വിദ്യ വെളിച്ചമാണ്. അവിദ്യ എന്ന് പറയുന്നത് ഇരുട്ടാണ്. അജ്ഞാനത്തിലിരിക്കുന്നവർ തമ്മിലുള്ള ചോദ്യം ആണ് ഇവിടെയുള്ളത്. രണ്ടുപേർക്കും ആരെന്നറിഞ്ഞോളൂ. പക്ഷെ അവർക്ക് അന്വേഷിച്ച് കണ്ടെത്താം. അത് ഏകമാകുക തന്നെ ചെയ്യും. ആ ഉത്തരം ഏകമാണ്. അവർക്ക് കണ്ടെത്താം. അതിൽ രണ്ടിലുമുള്ളത് അഹം, ഞാൻ ആശ, ഞാൻ സിന്ധു എന്ന് പറയുന്നതിൽ ആ ഞാനാണ് പ്രാധാന്യം. ആ വേഷം കെട്ടൽ നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇത് നമുക്ക് മാത്രം കഴിയുന്ന, മനുഷ്യന് മാത്രം കഴിയുന്ന ഒന്നാണ്. ഈ നമ്മളുടെ ഉള്ളിലെ ശക്തിയെ നാം കണ്ടെത്തുക എന്നുള്ളത്. ആ ശക്തിയെ കണ്ടെത്തുമ്പോഴാണ് ഒരു അസാധാരണ കഥാപാത്രമായി നമ്മുടെ ഉള്ളിലെ കഴിവൊക്കെ ഉണരുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ കവിത എഴുതുക എന്നൊക്കെ പറയുന്നത്, ഞാൻ കവിത എഴുതുന്ന ആളല്ല. ഒരു ചിലമ്പലിയുടെ ശബ്ദം കേൾക്കുന്നു, കവിത ഇങ്ങനെ വരികയാണ്. അപ്പോൾ എഴുത്തിനെ പറ്റി എനിക്ക് ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്നൊക്കെ പറയും. പക്ഷേ എനിക്കൊരിക്കലും എങ്ങനെയാണ് കവിത എഴുതണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ചിലമ്പലിയുടെ ശബ്ദം ഞാൻ 98 ഞാൻ കൊല്ലം സദനത്തിൽ നിൽക്കുമ്പോഴാണ് ചിലമ്പലിയുടെ ശബ്ദം കേട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ, ഞാൻ അസാരമേ മിഴി തുറക്കൂ, നിൻ മിഴി തുറക്കൂ, നിൻ നീലാഭ്രസാഗരത്തിലലിയാൻ, നിൻ ചെഞ്ചൊടികളിലണവാൻ എനിക്കെന്ത് ഇഷ്ടമാണെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അന്നാണ് ഞാൻ കവിതയുടെ രഹസ്യം മനസ്സിലാക്കുന്നത്, കവിതയുടെ എഴുത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗുരുദേവനെ പോലെയുള്ള ഇത്രയും വലിയ യോഗിവര്യൻ്റെ ഉള്ളിൽ നിന്ന്, ആകാശത്തുനിന്ന് ഫലം പോലെ ഈ വരികളൊക്കെ ഇങ്ങനെ വന്ന് വീഴുകയാണ്. ആ വരികൾ ശ്രേഷ്ഠമാണ്. ഒരു സന്യാസി ശ്രേഷ്ഠൻ്റെ ഉള്ളിൽ നിന്ന് അടർന്നു വീണതാണ്. അത് നമ്മൾ ആ വഴിയിലേക്ക് കുറച്ചെങ്കിലും പോയിട്ട് മാത്രമേ അതിനർത്ഥം പറയാനോ അതിനെ നമ്മൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥവ്യാപ്തിയും അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യവും ഒക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ കുറച്ചത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇറങ്ങി വന്നത്. നാം പ്രകാശിക്കുക തന്നെ ചെയ്യും. എപ്രകാരമാണോ നേരത്തെ പറഞ്ഞത് കണക്ക് നമ്മളിങ്ങനെ പ്രകാശമായിട്ടിരിക്കും, നാം നമ്മളെ നോക്കി തൊഴുതു പോവും. ആ രീതിയിൽ നമുക്കാകാൻ പറ്റണം. അതിനാണ് ഇവിടെ ഗുരു ഈ കൃതി എഴുതി വെച്ചിരിക്കുന്നത്. വെറുതെ കാണാതെ പഠിക്കാൻ മാത്രമല്ല, കാണാതെ പഠിക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഇനി മുഴുവൻ എനിക്ക് കാണാതെ എന്ന് പറഞ്ഞോട്ടെ. ഞാനിങ്ങനെ വായിച്ച് ഇതിനെ എങ്ങനെ പറയണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള എൻ്റെ ചിന്ത കൊണ്ട് തന്നെ ഞാൻ ഈ മെഡിറ്റേഷൻ്റെ അവസ്ഥയിലാണ്. കണ്ണ് തുറക്കാൻ ഒക്കില്ല, നാവണ്ണാക്കിനോടൊട്ടി ഞാനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ നാമം ചൊല്ലലും മന്ത്രം ചൊല്ലലും എല്ലാം നമ്മൾ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നെ ഓരോ വസ്തുവിലെയും നിങ്ങൾ ആ ശക്തിയെ തിരിച്ചറിയുക തന്നെ വേണം. അത് ബ്രഹ്മമാണ് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കണം. ഒരാൾ മാത്രമാണ് എന്നെ വിളിച്ച് ഈ മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ഒരാളാണ് ചോദിച്ചത്. കായംകുളത്തുകാരി ഒരു ബിന്ദു മാത്രമാണ് കൂടുതൽ അറിയാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറിയണം. ചുമ്മാ പാടിപ്പോയാൽ മാത്രം പോരാ,
ആ സത്യത്തെ കണ്ടെത്തി നിങ്ങൾ അതിശക്തരായ കഥാപാത്രങ്ങളായി മാറണം. കഴിഞ്ഞ തവണയും ഞാനൊരു മുദ്ര പറഞ്ഞു തന്നു. തവണ പ്രാണമുദ്ര. പ്രാണൻ്റെ പ്രവാഹമുണ്ടാകുമ്പോഴാണ് നമുക്ക് പിന്നെ മനസ്സിനെ ഇല്ലാതാകുന്നത്. അത് ശ്വാസം നിരീക്ഷണത്തിലൂടെ നമുക്കത് പറ്റും. ശ്വാസം നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സില്ലാതാകുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പം മനസ്സില്ലാതാകുന്നു. പിന്നീട് നിങ്ങൾ ഈ ഒരു മുദ്ര 5 അമോതിര വിരലും തള്ളവിരലും കൂടെ കൂട്ടി യോജിക്കുന്ന ഒരു മുദ്രയാണ് പ്രാണമുദ്ര എന്ന് പറയുന്നത്. അത് ഇടയ്ക്കൊന്ന് പിടിക്കുക. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും, മുദ്രയുടെ ശക്തി ഗുരുവാണ് നിങ്ങൾക്ക് തരാനുള്ളത്. ഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.